ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ എൻ്റെ ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും എല്ലാവർക്കും വളരെ 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 നന്ദിയുണ്ട്. എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കുറേ പേര് കമൻറ്റ്സ് എനിക്ക് കിട്ടിയത് ഒരു നല്ല എൻകറേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇനിയും ചെയ്യുക. ഇനി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു കൈൻഡ് ഓഫ് സാഡ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് എനിക്ക് ഫീൽ ആയിരിക്കുന്നത്. പിന്നെ വലിയ കണ്ടൻറ്റ് ഒന്നും ഇല്ല. കാരണം ഇപ്പോൾ എൻ്റെ തലയിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആലോചനയിൽ വരുന്നത് എപ്പോഴും വയനാടിനെയാണ്. നമ്മൾ ഏത് ചാനൽ നോക്കിയാലും യൂട്യൂബ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ TV ചാനൽസ് ആണെങ്കിലും ശരി, അതിൽ നമ്മൾ കാണുന്നത് കുറച്ച് ദിവസം അർജുനെ കാണാതെ പിന്നെ തിരികെ കിട്ടിയിട്ടില്ല എന്നുള്ള ആ കാര്യം അത് കുറച്ച് ദിവസം അലട്ടിയിരുന്നു എൻ്റെ മനസ്സിൽ. അവരുടെ കുടുംബം പാവം കാത്തിരിക്കുന്നുണ്ട് ഒരു പ്രതീക്ഷയോടെ. പിന്നെ പ്രതീക്ഷ അറ്റുപോയി, അങ്ങനെ ഒരു കാര്യം. പിന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഈ ഉരുൾപൊട്ടൽ, വയനാടിൻ്റെ കാര്യങ്ങൾ, ഡിസാസ്റ്റേഴ്സ്, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ല, അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ആകുമോ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കാം. നമ്മളെ കൊണ്ടാവുന്നത് ഫസ്റ്റ് തിങ് ഈസ് നമ്മൾ പ്രെയർ ചെയ്യണം. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നന്നായി പ്രെയർ ചെയ്യുക. ഇനി മുതൽ ഈ ഡിസാസ്റ്റേഴ്സ് ഇല്ലാതിരിക്കട്ടെ. ബിക്കോസ് നാച്ചുറൽ കലാമിറ്റീസ് വന്നിട്ട്, പ്രകൃതിയുടെ ഈ കാര്യങ്ങൾ വന്നിട്ട് നമ്മുടെ കയ്യിലല്ലല്ലോ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ പേര് കുടുംബത്തിൽ എത്രയോ പേര് നഷ്ടപ്പെട്ടു. അവർ കരയുന്നതും അവർ പറയുന്നതും കാണുമ്പം എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം നാളെ ഈ സ്ഥിതി നമുക്കും വരാം അല്ലേ. രാത്രി 1:30 മണിക്ക് കിടക്കുന്നു, ആ സമയത്തൊന്നും അറിയുന്നില്ല. എത്രയോ പേര് ഉറക്കത്തിൽ പോയിട്ടുണ്ട്. അപ്പം അതേപോലെ നമുക്കും വരാം അല്ലേ. നമ്മൾ ആ ഒരു ഇതിലേക്ക് വരാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ അത്രത്തോളമുള്ള വേദന അറിയില്ല. എന്നാലും ഒരു മനുഷ്യൻ എന്നൊരു നിലയും ആ ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു അനുഭവം നമുക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ആ ഒരു വേദന അതെന്തായാലും നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, ഇനി മുതൽ ഈ ഡിസാസ്റ്റേഴ്സ് എവിടെയും, നോട്ട് ഓൺലി വയനാട്, ഈ ദേശത്ത് എവിടെയും ആർക്കും ഒന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെല്ലാം നമ്മൾ എന്താ ചെയ്യുക അല്ലേ. പിന്നെ വയനാടിൻ്റെ അടുത്തുള്ളവരാണെങ്കിൽ പെട്ടെന്ന് പോയി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. എത്രയോ പേര് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വലിയൊരാളൊന്നും അല്ല ഇതൊന്നും പറയാൻ. കാരണം എന്നെ കൊണ്ടാവുന്നത് ഞാനും ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കുള്ള ദിവസങ്ങൾ നമ്മൾ ഇപ്പോൾ നമുക്ക് നാളെ എന്താവുമെന്ന് അറിയില്ല. ഇപ്പോൾ രാത്രി 1:30 സംഭവം നടന്നിരിക്കും. അപ്പോൾ ആ ഉറങ്ങുമ്പം, ആ രാത്രി 1:30 ഉറങ്ങുമ്പോൾ ആൾക്കാർക്ക് അറിയത്തില്ല ഇതാണ് ആവാൻ പോകുന്നത്, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നത് അല്ലേ. അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്യുക. നമ്മുടെ ഫാമിലിയുടെ കൂടെ ആരുടെങ്കിലും ഗ്രഡ്ജസോ അല്ലെങ്കിൽ ദേഷ്യമോ വഴക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ താങ്ക് യു സോറി പറയുക, താങ്ക് യു പറയുക, അത് റിഗ്രറ്റ് ചെയ്യുക. പിന്നെ അവരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. TVയും മൊബൈലും കുറച്ച് നീക്കി വെച്ചിട്ട് അവരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. ബിക്കോസ് നമുക്കറിയില്ല, ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫാണ് ഇപ്പോൾ ഉള്ളത്. പണ്ടത്തെ പോലെ അല്ല ഇപ്പം അല്ലെ, എല്ലാം മാറിക്കഴിഞ്ഞു. അപ്പോൾ സന്തോഷമായിട്ട് ഇരിക്കാൻ നോക്കുക. കിട്ടിയ ദിവസം നമുക്കൊരു ബോണസാണ്. അതിന് നന്ദി പറയുക ദൈവത്തിനോട്. അത്രേ പറയാനുള്ളൂ ഇന്നത്തെ കാര്യം. അപ്പോൾ എല്ലാവർക്കും നല്ലതാവട്ടെ, ആർക്കൊന്നും വരാതിരിക്കട്ടെ. ഞാൻ എപ്പോഴും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടന്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത കണ്ടന്റ് കാണുന്നവരെ ടേക്ക് കെയർ, ഗുഡ് ബൈ, ചക്കരയുമ്മ.